ഹലോ, നമുക്കിന്നൊരു ക്യാബേജ് തോരൻ കണ്ടാലോ? അതിന് വേണ്ടി ഞാൻ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനോട് 2 കുഞ്ഞ് സവാള, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചിയെ, ഇത്ര ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങ, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ പയർ വേവിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ കാബേജിൻ്റെ കൂടെ നമ്മൾ ചെറുപയറും കൂടെ ഇട്ടാണ് തോരൻ വെക്കുന്നത്. ഞാൻ ചട്ടി അടുപ്പിൽ വെക്കാൻ പോവുകയാണ് കാബേജ് തോരനെ. അപ്പം ഞാൻ ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ കാബേജ് തോരൻ ചെറുപയർ ഇട്ടാണല്ലോ വെക്കണം. അപ്പോൾ അത് ഞാൻ പുഴുങ്ങി ഊറ്റാൻ വെച്ചേക്കണേ. അപ്പം നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പൂടെ ഇട്ട് കൊടുത്ത് ഒന്നിളക്കാം. അപ്പോൾ ഉപ്പൂടെ ഇട്ട് കൊടുത്ത് നമ്മളൊന്നുകൂടെ ഇളക്കുവാണേ. ഭയങ്കര സൗണ്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ എൻ്റെ കൈ ഒഴിവില്ലാത്തതുകൊണ്ട്. അപ്പം തേങ്ങ മഞ്ഞപ്പൊടി ഇട്ട് ഞാനൊന്നിങ്ങനെ ഞെരടും. അപ്പം ആ തേങ്ങയിലിരിക്കുന്ന പാലെല്ലാം ഇങ്ങിറങ്ങി വരും കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശം കാബേജ് നല്ല വഴന്നിട്ടുണ്ട്. ഏകദേശം വഴന്നു. ഇനി നമുക്ക് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതൊരു ഷോർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പം എനിക്ക് തോന്നി ഷോർട്ടായിട്ട് ഇട്ടാൽ ചിലപ്പോൾ ഫുള്ള് കിട്ടത്തില്ല. നമുക്കതിൻ്റെ ഐഡിയ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ലോങ് വീഡിയോ ആയിട്ട് അങ്ങ് ഇടാമെന്നേ. അതുകൊണ്ട് ഇതൊന്ന് ലോങ് വീഡിയോ ആയിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. ഷോർട്ട് ഇട്ടാൽ ടൈമിങ് എനിക്ക് കറക്റ്റ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ നോക്കിയിട്ടാ എനിക്ക് ശരിയാവുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഇടാം, ലോങ് ആയിട്ട് അങ്ങ് ഇടാം. അപ്പോൾ തേങ്ങയിട്ട് നമ്മളിനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടവും തേങ്ങയൊന്നും ആവുന്നേരെ. സ്റ്റൗവിൻ്റെ പുറമൊന്നും കണ്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കണ്ട. ഇത് എൻ്റെ കാര്യം അറിയാമല്ലോ. നമ്മൾ പലയിടത്താണ് നമ്മുടെ വാസം. അപ്പം പല കാഴ്ചകളും മങ്ങിയ കാഴ്ചകൾ കണ്ടുപിടുത്തു കണ്ണടകൾ വേണം എന്ന് പാടത്തില്ലേ. അതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും നല്ല വീറും വൃത്തിക്കും ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതവിടെ കിടന്നോട്ടെ, അത് നമുക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ ചെറുപയറൂടെ അങ്ങോട്ട് ഇട്ട് പോവുകയാണേ. തേങ്ങ എല്ലാം തട്ടിപ്പൊത്തി വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് വേണം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഇട്ട് ഇത് ഇളക്കത്തില്ലേ, അന്നേരം ചെറുപയർ ഇച്ചിരി വെന്തെങ്കിൽ നന്നായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കതൊന്നും ഇത് നന്നായിട്ട് കിട്ടത്തില്ല, കുഴഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മേളിലിട്ടത്. ഞാൻ ചുമച്ചത് മുഖം തിരിച്ച് നിന്നിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ചുമച്ചത് കേട്ടോ. അല്ല അതിലോട്ടല്ലേ, മുഖം ഞാൻ തിരിച്ചിട്ടാണേ. നിങ്ങളിനി പറയില്ലേ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചുമച്ചെന്ന്. ഞാൻ മുഖം തിരിച്ചിട്ടാണ് ചെയ്തത്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ. ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം ചെറിയ തീയിൽ അടച്ചിരിക്കുവാണേ. സ്റ്റൗ ഫുള്ളൊന്നും കാണിക്കാൻ പറ്റില്ല. അത് നമുക്ക് തോരൻ തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തോരന് വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടേന്നറിയാമല്ലോ. ഇഞ്ചി, പിന്നെ പച്ചമുളക്, സവാള, തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ചെറുപയർ വേവിച്ചത്, ഇത്രയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇത് നമ്മളല്ലാതെ ചിലപ്പം കാബേജ് തോരനൊക്കെ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇതൊക്കെ പയറിടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റൊക്കെ കിട്ടും നമുക്ക്. അതുകൊണ്ട് ആണ് പയറിടുന്നത്. ഇപ്പം പയറല്ലാതെ നമുക്ക് തൊമര ഇടാം. തൊമരയെന്ന് പറഞ്ഞാൽ പരിപ്പ്, അതിടാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. പരിപ്പും സാമ്പാർ വയ്ക്കുന്ന പരിപ്പില്ലേ, അതും നമുക്ക് ഇടാം, പയറും ഇടാം കേട്ടോ. അപ്പം ഞാൻ നോക്കട്ടെ ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ.
കുഴപ്പമില്ല, ഉപ്പൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ കാബേജ് ഒന്നും വെക്കുമ്പോൾ ഒരു തോരനും പച്ചക്കറി തോരങ്ങളും ഒരു തോരനും വെച്ചാൽ ആരും വെള്ളം ഒന്നും കോരി ഒഴിക്കരുത്. ഇതിലൊക്കെ തന്നെ നമ്മളിപ്പോൾ തോരൻ വെച്ചാൽ വെള്ളം ഇങ്ങോട്ടിറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് പച്ചക്കറിക്കകത്ത്. ഇതിൽ ഞാൻ തുള്ളിപ്പോലും വെള്ളം ഒഴിച്ചില്ല. പക്ഷെ തോരൻ ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ മയമുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് പറ്റാനെ കൊണ്ട്. കണ്ടോ, തീ കൂട്ടി വെച്ചേക്കാണ്. അപ്പോൾ ആ വെള്ളം ഒന്ന് പറ്റി വന്നിട്ട്, വെള്ളം ഇല്ല എന്നാലും ഒരു വെള്ളം മയമുണ്ട് തോരനകത്ത്. അപ്പോൾ അതൊന്ന് പറ്റിക്കോട്ടെ. അപ്പം നമ്മുടെ തോരന് വെള്ളമെല്ലാം പറ്റി റെഡിയായി കേട്ടോ. ഇപ്പോഴത്തെ പച്ചക്കറിക്കകത്ത് എല്ലാത്തിലും വെള്ളമൊക്കെ കാണും. കാബേജൊക്കെ പ്രത്യേകിച്ച് ഒരു വിഷവെള്ളത്തിൽ മുക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ അതെന്തായാലും ആ വെള്ളമൊക്കെ അതിനകത്തൊക്കെ കയറും. അപ്പോൾ നമ്മൾ പച്ചക്കറി ഏത് കൊണ്ടുവന്നാലും വെള്ളത്തിലിട്ട് നല്ല നല്ല ഉണക്ക് കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇട്ടിട്ട് എല്ലാവരും പച്ചക്കറി എടുക്കാറുള്ളൂ കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എൻ്റെ കാബേജ് തോരൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ സഹോദരങ്ങളെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതിലേക്ക് എല്ലാവർക്കും ടാറ്റാ.